ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ ഷദ ഫർവീൻ ഹിയർ വിത്ത് അനദർ വീഡിയോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ചിൽഡ്രൻസ് ഹെൽത്ത് ആണ്. യെസ്, കുട്ടികളുടെ ആരോഗ്യം. കുട്ടികൾ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണല്ലേ. അവരുടെ എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ ആരോഗ്യം, ഇതിനൊക്കെ നമ്മൾ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതിനുവേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഭയങ്കര കൺസേൺ ആണ് അതിലൊക്കെ. അതുകൊണ്ട് തന്നെ വെൽനസ് സിറ്റി ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കുട്ടികളുടെ ആരോഗ്യത്തെക്കുറിച്ചാണ്. അവരുടെ ഇമ്മ്യൂണിറ്റി എങ്ങനെ മെച്ചപ്പെടുത്താം, അവരുടെ ഗ്രോത്തിനെ നമുക്ക് എങ്ങനെ സപ്പോർട്ട് ചെയ്യാം, അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് നമുക്ക് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഇന്നീ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. കുട്ടികളുടെ ആരോഗ്യത്തെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഒരു 6 വയസ്സ് വരെ അല്ലെങ്കിൽ ഒരു 5 മുതൽ 6 വയസ്സ് വരെ കുട്ടികളുടെ ഹെൽത്തിനെ നമ്മൾ കെയർ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവരുടെ അഡൽട്ട്ഹുഡിനെ വരെ ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ചിലപ്പോൾ ഒരു കുട്ടിയെ കാണാൻ വളരെ ഹെൽത്തി ആയിരിക്കും, ആൾ ഭയങ്കര ഓക്കെയാണ്, ഫിസിക്കലി ഹെൽത്തിയാണ്. പക്ഷേ എന്നിരുന്നാലും അവർക്കൊരു ഹിഡൻ ഹങ്കർ ഒളിച്ചിരിപ്പുണ്ടാവും എന്നുള്ളതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടനവധി ഡെഫിഷ്യൻസിയിലൂടെ അവർ കടന്നു പോകുന്നുണ്ടാവും. കാൽഷ്യം, അയേൺ, പ്രോട്ടീൻ എന്നിങ്ങനെ ഒട്ടനവധി ന്യൂട്രിയൻസിൻ്റെ ഡെഫിഷ്യൻസീസ് ഇന്ന് കുട്ടികളിൽ കണ്ടുവരുന്നുണ്ട്. രണ്ടാമത്തെ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഭയങ്കര ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു എൻവയോൺമെൻറ്റിലൂടെയാണ് കടന്നു പോകുന്നത് അല്ലേ. ഇപ്പോൾ എഡ്യൂക്കേഷൻ സ്ട്രെസ്സൊക്കെ നന്നായിട്ട് കുട്ടികൾക്ക് കിട്ടുന്ന ഒരു ടൈമാണിപ്പോൾ. അതായത് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തുള്ള സിലബസ് അല്ല ഇന്നത്തെ കുഞ്ഞു കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ദാറ്റ് മീൻസ് അവർക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് അവരുടെ കയ്യിലുണ്ട്, അവർ ഭയങ്കര നോളജബിളാണ്. ബട്ട് അത് അവർക്ക് നൽകുന്ന ഒരു അക്കാഡമിക് സ്ട്രെസ് ഉണ്ട്, അത് അവരുടെ മെൻ്റൽ ഹെൽത്തിനെ നന്നായിട്ട് ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട്. അത് ഇവഞ്ച്വലി അവരുടെ ഗ്രോത്തിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അടുത്തൊരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ സൈഡ് മാൽന്യൂട്രീഷൻ ആണെങ്കിൽ, അതായത് ഒരു സ്ഥലത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ന്യൂട്രിയൻസിൻ്റെ അഭാവം മൂലം അവരുടെ ഗ്രോത്ത് സ്റ്റണ്ടഡായി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു ഓപ്പോസിറ്റ് ഒരവസ്ഥ നമുക്ക് കാണാൻ പറ്റുന്നത് ഒബേസിറ്റിയാണ്. ഇന്ന് ജങ്ക് ഫുഡ്സ്, പ്രോസസ്ഡ് ഫുഡ്, അതുപോലെ തന്നെ ഫാസ്റ്റ് ഫുഡ് എല്ലാം കുട്ടികൾ നന്നായിട്ട് അതിനോട് അഡിക്റ്റഡ് ആണ്. അപ്പോൾ ഈ ഒരു കൺസംഷൻ കൂടുന്നത് മുഖേന അവരിന്ന് ഒബേസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പൊണ്ണത്തടി, അങ്ങനെ ഒട്ടനവധി ഹെൽത്ത് ഇഷ്യൂസിലേക്ക് കുട്ടികൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കുറച്ച് പ്രോബ്ലംസാണ് ഇന്നത്തെ ജനറേഷൻ്റെ കുട്ടികൾ ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ടുകൾ. അപ്പോൾ ഇനി ഇതിന് ഒരു സൊല്യൂഷൻ നമുക്ക് അത്യാവശ്യമാണല്ലോ അല്ലേ. സൊല്യൂഷൻ പാർട്ട് സംസാരിക്കുന്നതിന് മുന്നേ ഫസ്റ്റ് ഒരു ആരോഗ്യത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ മെൻ്റൽ ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മളെ കുട്ടികളെ നന്നായിട്ടൊരു സോഷ്യൽ ഇൻട്രാക്ഷൻ കീപ്പ് ചെയ്യാം. നമ്മൾ പാരൻസ് ആക്റ്റീവായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ, ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷനൊക്കെ വീട്ടിൽ കൊണ്ടുവരിക. അതുപോലെ തന്നെ കുട്ടികൾ എപ്പോഴും ഫിസിക്കലി ആക്റ്റീവായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഒരുപാട് ചലഞ്ചസ് ഒക്കെ നടക്കുന്നുണ്ട്, ലൈക്ക് ഇപ്പോൾ 40 days നോൺ സ്ക്രീൻ ചലഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ട്. അതായത് ഒരു 40 ദിവസം അല്ലെങ്കിൽ ഒരു മാസമൊക്കെ കുട്ടികൾ സ്ക്രീൻ യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പാരൻസ് അവർക്ക് ചെറിയ ഗിഫ്റ്റൊക്കെ കൊടുക്കുന്ന ചെറിയ ചലഞ്ചുകളൊക്കെ ഇന്ന് നടക്കുന്നതായിട്ട് കണ്ടു. അതൊക്കെ വളരെ അപ്രീഷ്യബിൾ ആണ്. ലൈക്ക് കുട്ടികളെ ആക്റ്റീവായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടും സ്ക്രീനിൻ്റെ മുന്നിലുള്ള ടൈം കുറച്ച് കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇത് ഹെൽപ്ഫുൾ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇതുപോലത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മളെ വീടുകളിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികളുടെ മെൻ്റൽ ഹെൽത്തിനെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും. അതിലൂടെ ഫിസിക്കൽ ഹെൽത്തിനെയും നമുക്ക് മെച്ചപ്പെടുത്താനായിട്ട് പറ്റും. അപ്പോൾ മെൻ്റൽ ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നല്ലൊരു പാരൻറ്റിങ് നമ്മൾ അവർക്ക് കൊടുക്കുക. പാരൻറ്റിങ്ങിനെ കുറിച്ചൊന്നും ഇതിൽ നമ്മൾ സംസാരിക്കുന്നില്ല, ബട്ട് നല്ലൊരു പാരൻറ്റിങ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുക. സോഷ്യൽ ഇൻട്രാക്ഷൻ നമ്മൾ കൂട്ടുക, അവരുമായിട്ട് സംസാരിക്കുക. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ സ്ക്രീൻ ടൈം ഒക്കെ കുറയ്ക്കുക. ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ അവരെ കൂടുതൽ ഇൻവോൾവ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി അടുത്തത് ഫിസിക്കൽ ഹെൽത്തിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞു, ഒന്ന് മാൽന്യൂട്രീഷൻ ആണെങ്കിൽ 2 ഒബേസിറ്റി. ഇങ്ങനെ 2 എക്സ്ട്രീം കേസസിലാണ് ഇന്ന് കുട്ടികൾ കടന്നു പോകുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ സൊല്യൂഷൻ എന്താണെന്നുള്ളതാണ്. സൊല്യൂഷൻ പാർട്ട് സംസാരിക്കുമ്പോൾ സപ്ലിമെൻറ്റ്സിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാതിരിക്കാൻ പറ്റില്ല. സപ്ലിമെൻറ്റ്സ് ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. പക്ഷെ എന്നാലും പല ആൾക്കാരും അതിനെ പേടിയോടെ കാണുന്നവരുണ്ട്. സപ്ലിമെൻറ്റ്സ് കഴിച്ചു കഴിഞ്ഞാൽ കിഡ്നി അടിച്ചു പോവോ, അങ്ങനെ ഒരുപാട് ഡൗട്ടിൽ നിൽക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. ഒരുപാട് സപ്ലിമെൻറ്റ്സിനെ കുറിച്ച് നമ്മൾ ഈ ഒരു ചാനലിലൂടെ തന്നെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി സപ്ലിമെൻറ്റ്സ് കുട്ടികൾക്ക് ആവശ്യമുണ്ടോ? വൈ ഡു ദേ നീഡ് സപ്ലിമെൻറ്റ്സ്? കുട്ടികൾക്ക് സപ്ലിമെൻറ്റ്സ് ആവശ്യമുണ്ടോ എന്നുള്ളത് ഇന്ന് ഡിസ്കസ് ചെയ്യപ്പെടേണ്ട ഒരു മാറ്ററാണ്. ഇറ്റ്സ് ബിക്കോസ് നമ്മൾ പല പാരൻസും പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ എൻ്റെ കുട്ടിക്ക് നല്ല ഫുഡാണ് കൊടുക്കാറ്, ജങ്ക് ഫുഡ്സ് കൊടുക്കാറില്ല, ഹോംലി ഫുഡ്സാണ് കൊടുക്കാറ്, അതുപോലെ തന്നെ നമ്മൾ ഓവർ ഫുഡ് കൊടുക്കുന്നില്ല, അങ്ങനെ കുറേ കാര്യങ്ങൾ പാരൻസ് പറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ കുട്ടിക്ക് സപ്ലിമെൻറ്റ്സിൻ്റെ ആവശ്യകത ഒന്നും വരുന്നില്ല, നമ്മൾ സപ്ലിമെൻറ്റ്സ് എടുത്തോളാം ഓക്കെ, ബട്ട് എൻ്റെ കുട്ടിക്ക് സപ്ലിമെൻറ്റ്സിൻ്റെ ആവശ്യകത വരുന്നില്ല എന്നൊക്കെ പല പാരൻസും പറയുന്നത് കേൾക്കാം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് നമ്മൾ ജീവിച്ചൊരു സാഹചര്യമല്ല ഇന്ന് നമ്മളെ കുട്ടികൾ ജീവിക്കുന്നത്.
ശരിയല്ലേ? അതായത് പണ്ട് നമ്മൾ കഴിക്കുന്ന ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതും കൂടുതൽ ഓർഗാനിക് ആയിട്ടുള്ള അഗ്രികൾച്ചർ ആയിരുന്നു അന്ന് നടത്തിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഫുഡ് അവൈലബിൾ ആയിരുന്നു. പക്ഷേ ഇന്നത്തെ അഗ്രികൾച്ചറൽ ടോട്ടലി ചേഞ്ചായി. പല സ്ഥലങ്ങളിലും ഓർഗാനിക് അഗ്രികൾച്ചറൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി നമ്മളിന്ന് മാർക്കറ്റിൽ വാങ്ങി യൂസ് ചെയ്യുന്ന വെജീസ് ആയിക്കോട്ടെ, ഫ്രൂട്ട്സ് ആയിക്കോട്ടെ, എല്ലാം ഓർഗാനിക് ഫാമിംഗ് അല്ല. ഒരുപാട് കീടനാശിനികളും അതുപോലെ തന്നെ രാസവസ്തുക്കളെല്ലാം യൂസ് ചെയ്തിട്ടാണ് ഇന്ന് കൃഷി ചെയ്യുന്നത്. കൂടാതെ നമ്മുടെ സോയിൽ പൊള്യൂട്ടഡായി, നമ്മുടെ എയർ പൊള്യൂട്ടഡായി, നമ്മുടെ വാട്ടർ പൊള്യൂട്ടഡായി, അങ്ങനെ ഒരു എന്താ പറയുക, പൊള്യൂട്ടഡ് എൻവയോൺമെൻറ്റിലാണ് ഇന്ന് നമ്മുടെ കുട്ടികൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫുഡിൻ്റെ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും ഇന്ന് കിട്ടുന്ന ഭക്ഷണത്തിൽ ആവശ്യത്തിനുള്ള പോഷകങ്ങൾ ഇല്ല. അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത പല ടോക്സിൻസും ഇന്ന് ബോഡിയിലേക്ക് അക്യുമുലേറ്റ് ആയി വരുന്നുണ്ട് എന്നുള്ളത് ഒരു ഫാക്റ്റാണ്. ഇത് കുട്ടികളിൽ ഒരു ഇംബാലൻസിങ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ആവശ്യമുള്ള പലതും കുട്ടിക്ക് കിട്ടുന്നില്ല. അതുപോലെ അനാവശ്യമായിട്ടുള്ള ഒരുപാട് ടോക്സിൻസ് ബോഡിയിൽ വെള്ളത്തിലൂടെ ആയാലും എയറിലൂടെ ആയാലും ഫുഡിലൂടെ ആയാലും ഒക്കെ അക്യുമുലേറ്റ് ആയി വരുന്നുണ്ട് എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു കാര്യം, ഇപ്പോൾ ഈ ഒരു സ്ലൈഡിൽ കാണുന്ന പോലെ തന്നെ പല കുട്ടികളും ഫുഡിൽ ഭയങ്കര പിക്കിയാണ്. അതായത് പിക്കി ഈറ്റേഴ്സാണ്. ദാറ്റ് മീൻസ് അവർക്ക് ചില ഫുഡ് ഇഷ്ടമാണ്, ചിലത് ഇഷ്ടമല്ല. വെജീസ് അതുപോലെ ഫ്രൂട്ട്സ് ഒക്കെ കാണുമ്പോൾ അവർക്ക് അത്ര താല്പര്യമില്ല. കളർഫുൾ ആയിട്ടുള്ള നല്ല സ്മെല്ല് വരുന്ന ജങ്ക് ഫുഡ്സോ പ്രോസസ്ഡ് ഫുഡ്സൊക്കെയാണ് അവർക്ക് പലപ്പോഴും താല്പര്യം ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ പിക്കി ഈറ്റേഴ്സ് ആവുന്ന സമയത്ത് അവർക്ക് ആവശ്യമുള്ള ന്യൂട്രിയൻസ് കിട്ടുന്നില്ല എന്നുള്ളതാണ്. ദെൻ അടുത്തൊരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സമയം, കുട്ടികളുടെ ഈ ഒരു വളർച്ചാ സമയം വളരെ ന്യൂട്രിയൻസ് ആവശ്യമുള്ളൊരു സമയമാണ്. ഒരു മാസീവ് ഗ്രോത്തിൻ്റെ ടൈമാണ്. അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് സമയമാണ്, അവരുടെ ബോൺ ഡെവലപ്മെൻറ്റ് സമയമാണ്. ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഇവിടെ നല്ലൊരു ഇംബാലൻസിങ് സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ബോഡി വൺ സൈഡ് ഒരു ഹൈ ഡിമാൻഡ് ഉണ്ട്, പക്ഷേ അത്രത്തോളം ന്യൂട്രിയൻസ് ബോഡിയിലേക്ക് എത്തുന്നില്ല. ഇതൊരു ഇംബാലൻസിങ് ക്രിയേറ്റ് ചെയ്യുകയും അവരുടെ ഗ്രോത്തിനെ നെഗറ്റീവായിട്ട് നല്ലോണം ബാധിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു സമയത്താണ് സപ്ലിമെൻസിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഈ ഒരു ഇംബാലൻസിങ്ങിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സപ്ലിമെൻറ്റ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അതായത് ആവശ്യമുള്ള പോഷകങ്ങൾ എക്സ്ട്രാ നാച്ചുറലി സപ്ലിമെൻ്റ് ചെയ്യുകയും അനാവശ്യമായിട്ടുള്ള ടോക്സിൻസിനെ ഡീടോക്സിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നു. ഇതാണ് സപ്ലിമെൻറ്റ്സിൻ്റെ ഇമ്പോർട്ടൻസ്. അപ്പോൾ നമ്മളെ പോലെ തന്നെ, അഡൽട്സിനെ പോലെ തന്നെ കുട്ടികൾക്കും സപ്ലിമെൻറ്റ്സ് വളരെ അത്യാവശ്യമായി വന്നിട്ടുണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ. കൂടാതെ പണ്ട് കാലത്ത് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ എൻവയോൺമെൻറ്റ് ഭയങ്കര പൊള്യൂട്ടഡാണെന്ന് പറഞ്ഞല്ലോ. പണ്ടത്തെ അവസ്ഥ അതല്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കുട്ടികൾ ഒരുപാട് ബാക്ടീരിയ, വൈറസസ്, ഫംഗസസ് ഇതിനോടൊക്കെ ഭയങ്കര എക്സ്പോഷർ കൂടുതലാണ്. അതുകൊണ്ട് അവരുടെ ഇമ്മ്യൂണിറ്റി ഭയങ്കര ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളത് അത്യാവശ്യമാണ്. അത് ഇടയ്ക്കിടെ അവർക്ക് അസുഖങ്ങൾ വരുന്നതിൽ നിന്ന് അവരെ തടയാനായിട്ട് സഹായിക്കുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ സപ്ലിമെൻറ്റ്സ് ഈ ഒരു 3 ഏരിയയിൽ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പ് ചെയ്യാനും വേണ്ട ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യാനും ടോക്സിൻസിനെ റിമൂവ് ചെയ്യാനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ എന്തുകൊണ്ട് സപ്ലിമെൻറ്റ്സ് എന്നുള്ളത് ഏറെക്കുറെ ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. ഇനി വൈ വെസ്റ്റീജ് സപ്ലിമെൻറ്റ്സ്, ഇതൊരു ചോദ്യമാണ്. അതായത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെസ്റ്റീജ് സപ്ലിമെൻറ്റ്സിലൂടെ എങ്ങനെ കുട്ടികളുടെ ഈ ഒരു ന്യൂട്രീഷണൽ ഗ്യാപ്പിനെ നമുക്ക് ബ്രിഡ്ജ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ട് വെസ്റ്റീജ് സപ്ലിമെൻറ്റ്സ്? അത് നമുക്ക് പറയേണ്ട ആവശ്യമില്ല, അറിയുന്ന കാര്യമാണ്. വെൽനസ് സിറ്റി വാച്ച് ചെയ്യുന്ന എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്നാലും അതൊന്നുകൂടെ ഹൈലൈറ്റ് ചെയ്യാം. അതായത് ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേഫ്റ്റിയാണ്. GMP, ISO, ഹലാൽ തുടങ്ങി ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് എല്ലാം മീറ്റ് ചെയ്യുന്ന സപ്ലിമെൻറ്റ് കാറ്റഗറിയാണ് വെസ്റ്റീജ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രസ്റ്റ് വർത്തിയാണ്. അതായത് ഗ്ലോബൽ സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വെസ്റ്റീജ് ഇപ്പോൾ റീസെൻ്റ്ലി അവർക്ക് കിട്ടിയിട്ടുള്ള ഒരു അവാർഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദ മോസ്റ്റ് ട്രസ്റ്റഡ് ഡയറക്റ്റ് സെല്ലിംഗ് ബ്രാൻഡ് അവാർഡ് വെസ്റ്റീജ് വാങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് വിശ്വസിച്ച് വെസ്റ്റീജിൻ്റെ പ്രോഡക്ട്സ് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് വൺ അവരുടെ ട്രസ്റ്റാണ്, ദെൻ ഗ്ലോബൽ സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, ദെൻ തേർഡ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഫോർഡബിലിറ്റിയാണ്. നമ്മളൊരു കുട്ടിക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 500 രൂപ മുതൽ 1000 രൂപ വരെ നമുക്ക് ചിലവാകുന്നുണ്ടാവും അല്ലേ. പക്ഷേ വെസ്റ്റീജ് സപ്ലിമെൻറ്റ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഡെയിലി ഒരു 4 രൂപ മുതൽ അല്ലെങ്കിൽ ഒരു 20 രൂപയുടെ ഉള്ളിലൊക്കെ നമുക്ക് ഡെയിലി നമ്മുടെ കുട്ടികൾക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ലോങ് ടേം ഹെൽത്തിനെ അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. ഈവൻ അവരുടെ അഡൽട്ട്ഹുഡിനെ വരെ അവർ ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ സപ്ലിമെൻറ്റ്സ് ഇന്ന് മാർക്കറ്റിൽ ഒരുപാട് അവൈലബിൾ ആണ്. ക്വാളിറ്റിയുള്ള ഒരുപാട് സപ്ലിമെൻറ്റ്സ് അവൈലബിൾ ആണ്. അതിൽ നിന്നൊക്കെ വെസ്റ്റീജ് വ്യത്യസ്തമായിരിക്കുന്നത് ഈ ഒരു 3 പോയിന്റിലാണ്. അപ്പോൾ ഇന്ത്യാസ് മോസ്റ്റ് ട്രസ്റ്റഡ് ഡയറക്റ്റ് സെല്ലിംഗ് ബ്രാൻഡ് ആയിട്ടുള്ള വെസ്റ്റീജ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് അവരുടെ ചിൽഡ്രൻസ് ഹെൽത്ത് കാറ്റഗറിയിലായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന കുറച്ച് സപ്ലിമെൻറ്റ്സിനെ നമുക്കൊന്ന് പരിചയപ്പെടാം.
ഫസ്റ്റ് വൺ വെസ്റ്റീജ് കൊളസ്ട്രോം. ഇതൊരു ഇമ്മ്യൂണിറ്റി ബിൽഡറാണ്. കൊളസ്ട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സസ്തനികൾ അവരുടെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ആദ്യത്തെ ഒരു 5-6 മണിക്കൂർ സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന യെല്ലോ മിൽക്കിനെയാണ് നമ്മൾ കൊളസ്ട്രോം എന്ന് വിളിക്കുന്നത്. വെസ്റ്റീജ് പ്രൊവൈഡ് ചെയ്യുന്നത് ബൊവൈൻ കൊളസ്ട്രോം ആണ്. ബൊവൈൻ കൊളസ്ട്രോം മീൻസ് പശു പ്രസവിച്ചിട്ട് ആദ്യത്തെ ഒരു 5-6 മണിക്കൂർ സമയത്ത് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന യെല്ലോ മിൽക്കാണ് ബൊവൈൻ കൊളസ്ട്രോം. വെസ്റ്റീജ് കൊളസ്ട്രോം സപ്ലിമെന്റ്സിലൂടെ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നത് ബൊവൈൻ കൊളസ്ട്രോം ആണ്. ഇതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഇതിൽ ഇമ്മ്യൂണോഗ്ലോബുലിൻസ് ധാരാളമായിട്ടുണ്ട്. ഇമ്മ്യൂണോഗ്ലോബുലിൻസ് മീൻസ് ഇറ്റ്സ് ആന്റിബോഡിയാണ്. ഇത് ബോഡിയുടെ ഇമ്മ്യൂണിറ്റി മെച്ചപ്പെടുത്താൻ വേണ്ടി സഹായിക്കുന്നുണ്ടാവും. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാക്ടോഫെറിൻ ആണ്. ലാക്ടോഫെറിൻ ബോഡിയെ ബാക്ടീരിയ ആൻഡ് വൈറസ് അറ്റാക്കിൽ നിന്ന് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ടാവും. അടുത്തൊരു കമ്പോണന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോലൈൻ റിച്ച് പെപ്റ്റൈഡ്സ് ആൻഡ് സൈറ്റോകൈൻസ് ആണ്. ഇത് ടൈപ്പ് ഓഫ് അമിനോ ആസിഡ്സ് ആണ്. ഇതും ഇമ്മ്യൂണിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. ഇമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇമ്മ്യൂണിറ്റി സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ടാവും. അടുത്തൊരു ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IGF ആണ്. IGF മീൻസ് ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടർ. ഇത് ടൈപ്പ് ഓഫ് ഹോർമോൺ ആണ്. ഇത് സെൽ ഗ്രോത്ത്, റിപ്പയർ, അതുപോലെ തന്നെ ബോൺ ഹെൽത്ത് ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹോർമോണാണ് IGF-1. സോ നമ്മൾ വെസ്റ്റീജ് കൊളസ്ട്രോൾ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ അടങ്ങിയിട്ടുള്ളത് ഇമ്മ്യൂണോഗ്ലോബുലിൻസ്, ലാക്ടോഫെറിൻ, പ്രോലൈൻ റിച്ച് പെപ്റ്റൈഡ്സ് ആൻഡ് സൈറ്റോകൈൻസ്, അതുപോലെ തന്നെ IGF-1. അപ്പോൾ സ്ഥിരമായിട്ട് നമ്മളെ കുഞ്ഞുങ്ങൾക്ക് വെസ്റ്റീജ് കൊളസ്ട്രോം നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് അവരുടെ ഇമ്മ്യൂണിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും, ഗട്ട് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുന്നുണ്ടാവും, എനർജി നൽകുന്നുണ്ടാവും, അതുപോലെ തന്നെ അവരുടെ സെൽ ഗ്രോത്ത്, റിപ്പയറിങ്, ബോൺ ഹെൽത്ത്, മസിൽ ഗ്രോത്ത് ഇതിനൊക്കെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. ഇനി ഇതിൻ്റെ ഡോസേജ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡെയിലി 1 to 2 ക്യാപ്സ്യൂൾസ് നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് നൽകാൻ പറ്റുന്നുണ്ടാവും. അടുത്ത സപ്ലിമെന്റ് വെസ്റ്റീജ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇൻവിഗോ ന്യൂട്രീഷണൽ പ്രോട്ടീൻ പൗഡർ. ഇതൊരു ഹൈറ്റ് ആൻഡ് ബ്രെയിൻ സപ്പോർട്ടറാണ്. അതായത് ബോഡി ഗ്രോത്തിനെയും ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു സപ്ലിമെൻ്റ് ആണ് ഇൻവിഗോ ന്യൂട്രീഷണൽ പ്രോട്ടീൻ പൗഡർ. ഇതിലെ മെയിൻ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേ ബേസ്ഡ് പ്രോട്ടീൻ ആണ്. വേ നമുക്കറിയാലോ, അതായത് പാലിൽ നിന്ന് ചീസ് എക്സ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് അവർ ബാക്കി വരുന്ന ലിക്വിഡിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്നതാണ് വേ ബേസ്ഡ് പ്രോട്ടീൻ. അപ്പോൾ വേ ബേസ്ഡ് പ്രോട്ടീൻ ആണ് വെസ്റ്റീജ് ഇൻവിഗോ ന്യൂട്രീഷണൽ പ്രോട്ടീൻ പൗഡറിൻ്റെ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ ഇത് റിച്ച് ഇൻ DHA ആണ്. DHA എ ടൈപ്പ് ഓഫ് omega-3 ഫാറ്റി ആസിഡ് ആണ്. ബ്രെയിൻ ഹെൽത്ത്, ഹാർട്ട് ഹെൽത്ത് ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് omega-3 ഫാറ്റി ആസിഡ് ആണ് DHA. സോ ഇൻവിഗോ ന്യൂട്രീഷണൽ പ്രോട്ടീൻ പൗഡറിനകത്ത് DHAയുടെ അളവ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെയും ഗ്രോത്തിനെയും എല്ലാം ഇത് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. അതുപോലെ തന്നെ വൈറ്റമിൻ A, C, D, B1, B2, B6, B12 എന്നിങ്ങനെ ഒരുപാട് വൈറ്റമിൻസിൻ്റെ ഒരു കലവറ തന്നെയാണ് ഇൻവിഗോ ന്യൂട്രീഷണൽ പ്രോട്ടീൻ പൗഡർ. അതുകൂടാതെ ഫോളിക് ആസിഡ് ആൻഡ് കാൽഷ്യത്തിൻ്റെ ഒരു കോമ്പിനേഷൻ കൂടെ ഇൻവിഗോ ന്യൂട്രീഷണൽ പ്രോട്ടീൻ പൗഡർ നമുക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടും ഒരു കുഞ്ഞിൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെയും ഗ്രോത്തിനെയും നന്നായിട്ട് ഇൻവിഗോ ന്യൂട്രീഷണൽ പ്രോട്ടീൻ പൗഡർ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ട് ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ഇമ്മ്യൂണിറ്റിയാണ്. ദെൻ നെക്സ്റ്റ് കോഗ്നിറ്റീവ് പെർഫോമൻസ്. ബ്രെയിൻ ഡെവലപ്മെൻറ്റ് സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ കുട്ടിയുടെ കോഗ്നിറ്റീവ് പെർഫോമൻസിനെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. മസിൽ സ്ട്രെങ്ത് ആൻഡ് എനർജി, ബോൺ ആൻഡ് ടീത്ത്, ദെൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. അങ്ങനെ ഇത്രയും ബെനിഫിറ്റ്സ് ആണ് ഇൻവിഗോ ന്യൂട്രീഷണൽ പ്രോട്ടീൻ പൗഡർ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നൽകുന്നത്. ഇത് വാനില ഫ്ലേവറിലും ചോക്ലേറ്റ് ഫ്ലേവറിലും അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികളുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് അവർക്ക് നൽകാൻ പറ്റുന്നുണ്ടാവും. ഇനി ഇതിന് ഡെയിലി ഡോസേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോട്ടിലിനകത്ത് തന്നെ ഒരു സ്പൂൺ ഉണ്ടാവും. അതിൻ്റെ ഒരു 2 സെർവിങ്സ് ഒക്കെ നമുക്ക് പെർ ഡേ കുട്ടികൾക്ക് നൽകാം. കുട്ടികളുടെ ആരോഗ്യത്തെ സപ്പോർട്ട് ചെയ്യുന്ന അടുത്ത സപ്ലിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെസ്റ്റീജ് അംല ക്യാപ്സ്യൂൾസ് ആണ്. അംല പേര് പോലെ തന്നെ ഇന്ത്യൻ ഗൂസ്ബെറി എന്നറിയപ്പെടുന്ന നെല്ലിക്കയുടെ എക്സ്ട്രാക്റ്റ് ആണ് വെസ്റ്റീജ് അംല ക്യാപ്സ്യൂൾസ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം നെല്ലിക്ക റിച്ച് ഇൻ വൈറ്റമിൻ സി ആൻഡ് ആൻറ്റി ഓക്സിഡൻസ് ആണ്. അതുകൊണ്ട് ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററാണ്. ഡൈജഷനെയും അബ്സോർപ്ഷനെയും സഹായിക്കുന്നുണ്ടാവും. ബോഡിക്കൊരു കൂൾനെസ് നൽകാൻ വേണ്ടി സഹായിക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ ബോഡിയെ ഓക്സിഡേഷൻ നിന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ സഹായിക്കുന്നുണ്ടാവും. ബിക്കോസ് ഇറ്റ്സ് റിച്ച് ഇൻ ആൻറ്റി ഓക്സിഡൻസ്. അപ്പോൾ നെല്ലിക്കയെ കുറിച്ച് നമുക്ക് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. നമുക്ക് പുരാതന കാലം തൊട്ട് തന്നെ ആയുർവേദത്തിൽ നന്നായിട്ട് യൂസ് ചെയ്ത് വരുന്ന ഒരു എലമെൻ്റാണ് അംല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികളുടെ ആരോഗ്യത്തെ വളരെ ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മെയിൻലി അവരുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പ് ചെയ്യാൻ, ഡൈജഷൻ ബെറ്റർ ആക്കാൻ, അബ്സോർപ്ഷൻ ബെറ്റർ ആക്കാനൊക്കെ അംല സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിൻ്റെ ഡോസേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1 to 2 ക്യാപ്സ്യൂൾസ് നമുക്ക് ഡെയിലി കൊടുക്കാൻ പറ്റും. ഇനി ക്യാപ്സ്യൂൾസ് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊളസ്ട്രോം അതുപോലെ തന്നെ അംലയൊക്കെ നമുക്ക്
ക്യാപ്സ്യൂൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പൗഡറാണ്, എക്സ്ട്രാക്ട് ഫോം നമുക്ക് ലഭിക്കുന്നുണ്ടാവും. അത് നമുക്ക് ജസ്റ്റ് ഇപ്പം അമ്ലയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഹണി, തേനൊക്കെ എടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുട്ടികൾക്ക് ഡെയിലി കൊടുക്കാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു ചവർപ്പ് നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. കൊളസ്ട്രോൾ ആണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് സപ്ലിമെൻറ്റ്സ് ഞാൻ പറഞ്ഞത്, സപ്ലിമെൻറ്റ്സ് കാറ്റഗറിയിൽ ഫസ്റ്റ് ഞാൻ പറഞ്ഞത് കൊളസ്ട്രോൾ, രണ്ടാമത് ഇൻവിഗോ ന്യൂട്രീഷൻ പ്രോട്ടീൻ പൗഡർ, ദെൻ തേർഡ് അംല. ഫോർത്ത് സപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തുളസിയാണ്. ഇൻവിഗോ പഞ്ച് തുളസി ആർക്ക്. ഇതും അമല പറഞ്ഞ പോലെ തന്നെ പേരിൽ തന്നെയുണ്ട് നമ്മുടെ തുളസി. തുളസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 5 തരം തുളസിയുടെ എക്സ്ട്രാക്റ്റ് ആണ് വരുന്നത്. നമുക്ക് രാമതുളസി, കൃഷ്ണ തുളസി, ശുക്ല തുളസി, വൻ തുളസി ആൻഡ് കപൂർ തുളസി, അങ്ങനെ ഈ 5 തരം തുളസിയുടെ ഒരു എക്സ്ട്രാക്റ്റ് ആണ്, ഒരു കോമ്പിനേഷനാണ് വെസ്റ്റീജ് പഞ്ച് തുളസി ആർക്ക്. അപ്പോൾ തുളസി നമ്മൾ പ്രാചീന കാലം തൊട്ടേ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. നമുക്ക് ജലദോഷം, കഫക്കെട്ടൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നതാണല്ലോ തുളസി. ആ ഒരു യൂസേജ് നമുക്ക് ഇതിലൂടെ സാധ്യമാവുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഡെയിലി നമ്മൾ കുട്ടികൾ കുടിക്കുന്ന വെള്ളത്തിൽ ജസ്റ്റ് 2 to 3 ഡ്രോപ്സ് നമുക്ക് ഉറ്റിച്ചിട്ട് ഡെയിലി അവർക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടാവും. അത് അവരുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററാണ്. നേരത്തെ പറഞ്ഞ പോലെ ജലദോഷം, കഫക്കെട്ട്, പനി, ഇതിൽ നിന്നൊക്കെ ഒരു ആശ്വാസം നൽകുന്നുണ്ടാവും. ബോഡിയെ ഡീടോക്സിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് തുളസി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ എൻവയോൺമെൻറ്റ് ഭയങ്കര പൊള്യൂട്ടഡ് ആണ്. ഫുഡ്, വാട്ടർ, അതുപോലെ തന്നെ എയറിലൂടെ എല്ലാം നമുക്ക് നന്നായിട്ട് ടോക്സിൻസ് ബോഡിയിലേക്ക് എൻ്റർ ആവുന്നുണ്ട്. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം തുളസി നന്നായിട്ടൊരു ഡീടോക്സിഫൈയിങ് ഏജൻ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാവും. അത് ഒട്ടനവധി അസുഖങ്ങളിൽ നിന്ന് അവരെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിൻ്റെ ഡോസേജ് ഞാൻ പറഞ്ഞു, 1 to 2 ഡ്രോപ്സ് നമുക്ക് ഡെയിലി വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ ടോട്ടലി 4 സപ്ലിമെൻറ്റ്സ് ആണ് വെസ്റ്റീജ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് കുട്ടികളുടെ ആരോഗ്യത്തെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് കൊളസ്ട്രോൾ, ദെൻ ഇൻവിഗോ ന്യൂട്രീഷൻ പ്രോട്ടീൻ പൗഡർ, ദെൻ അംല ആൻഡ് തുളസി. 4 സപ്ലിമെൻറ്റ്സ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇനി ഇത് വെച്ച് നമുക്കൊരു റുട്ടീൻ സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു സ്ലൈഡിൽ കാണിച്ചിട്ടുള്ളത് ഞാൻ ജസ്റ്റ് സെറ്റ് ചെയ്തിട്ടുള്ളൊരു റുട്ടീനാണ്. ദാറ്റ്സ് രാവിലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പാലിലോ, ഇനി പാലില്ല എന്നുണ്ടെങ്കിൽ വെള്ളത്തിലായാലും ജസ്റ്റ് ഇൻവിഗോ പ്രോട്ടീൻ പൗഡർ നമ്മൾ മിക്സ് ചെയ്തിട്ട് 1 to 2 സ്കൂപ്സ് നമ്മൾ മിക്സ് ചെയ്തിട്ട് അവർക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ദെൻ ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ് നമ്മളൊരു 2 കൊളസ്ട്രോൾ അവർക്ക് കൊടുക്കാം. ദെൻ സ്കൂളിൽ പോകുന്ന സമയത്ത് അവരുടെ വാട്ടർ ബോട്ടിലിൽ നമ്മൾ എന്ത് ചെയ്യാം, തുളസി ഡ്രോപ്സ് മിക്സ് ചെയ്തിട്ടുള്ള വെള്ളം അവർക്ക് നമുക്ക് കൊടുക്കാം. രാത്രി ഡിന്നർ കഴിഞ്ഞതിന് ശേഷം ഒരു 1-2 അംല അവരുടെ റുട്ടീൻ്റെ ഭാഗമാക്കുക. ഈ ഒരു റുട്ടീൻ നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളുടെ ഇമ്മ്യൂണിറ്റി നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവും, അവരുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവും, അവരുടെ കോഗ്നിറ്റീവ് പെർഫോമൻസ് ബെറ്റർ ആക്കാൻ പറ്റുന്നുണ്ടാവും. അതുപോലെ തന്നെ പെട്ടെന്ന് പനി, ജലദോഷം, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുന്നതിൽ നിന്ന് നമുക്ക് തടയാൻ പറ്റുന്നുണ്ടാവും എന്നുള്ളതാണ്. വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇത്ര നേരം ഞാൻ സംസാരിച്ചത് പ്രിവെൻഷനെ കുറിച്ചാണ്, അല്ലാതെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചല്ല. സോ ഇൻവെസ്റ്റ് ഇൻ ദെയർ ഹെൽത്ത്, നോട്ട് ഇൻ ദെയർ ഇൽനെസ്. അപ്പോൾ ഇന്ന് തന്നെ ഞാൻ ഇത്രയും ഡിസ്കസ് ചെയ്തിട്ടുള്ള ഈ ഒരു വെൽനെസ് പാക്കേജ് കുട്ടികൾക്ക് വേണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുക, അവരുടെ ആരോഗ്യത്തെ സപ്പോർട്ട് ചെയ്യുക. സോ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വിഷ് യു വെൽ, താങ്ക് യു.